ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ റേഷൻ വിതരണവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. നാളെ മാർച്ച് 4 വ്യാഴാഴ്ച ദിവസത്തെ റേഷൻ വിതരണമാണ് ആദ്യം പറയുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 ദിവസങ്ങളാണ് ഇനിയുള്ളത്. അതായത് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യ വിഹിതങ്ങൾ വാങ്ങാൻ ഇനി വെറും 3 ദിവസം മാത്രമാണ് ഉള്ളത്. മാർച്ച് 6-ാം തീയതിയോടുകൂടി ഇത് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ മാസം അവസാനമായതുകൊണ്ട് തന്നെ കുറേ റേഷൻ കടകളിൽ സ്റ്റോക്കുകൾ കുറവുണ്ടാകും. പല സാധനങ്ങളും മിസ്സാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ജനുവരി മാസത്തെ കിറ്റ് വിതരണം ഫെബ്രുവരി 27-ാം തീയതി വരെ ആയിരുന്നു. അത് കഴിഞ്ഞ് അത് ലാപ്സായി പോയി. ഇനി റേഷൻ കടകളിൽ കിറ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും ജനുവരി മാസത്തെ കിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് ആ കിറ്റ് കിട്ടുകയില്ല. ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ കിറ്റ് വിതരണമാണ് നടക്കുന്നത്. ഏകദേശം കടകളിലെല്ലാം റേഷൻ ഭക്ഷ്യ കിറ്റുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. റേഷൻ കാർഡിൻ്റെ നിറം നോക്കാതെ എല്ലാ ആളുകൾക്കും കിറ്റ് വാങ്ങാവുന്ന ഒരു രീതിയിലാണ് ഈ പോസ്റ്റ് മെഷീനിൽ കിറ്റ് അവൈലബിൾ ആയി കാണിക്കുന്നത്. എങ്കിലും നീല കാർഡുകൾക്ക് വരെയാണ് പല റേഷൻ കടകളിലും കിറ്റ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തെ കിറ്റ് വിതരണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയി വാങ്ങണം. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ ഇനി നഷ്ടപ്പെടാതിരിക്കാൻ ഇനി ശനിയാഴ്ച വരെ മാത്രമാണ് വിതരണമുള്ളത്. അത് പോയി വാങ്ങണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. മറ്റ് റേഷൻ സംബന്ധമായിട്ടുള്ള പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, മാർച്ച് മാസത്തിൽ ഈ മാസം നമുക്ക് 10 കിലോ അരി നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അത് മാർച്ച് 8-ാം തീയതി മുതൽ, തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. അത് മാർച്ച് മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ വിതരണം തുടങ്ങുന്ന സമയത്ത് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. റേഷൻ കടയിലേക്ക് സ്റ്റോക്ക് എത്തേണ്ടതുണ്ട്. മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാന അറിയിപ്പുകളാണ് ഇനിയുള്ളത്. ആദ്യം പറയുന്നത് സ്വർണ്ണവിലയാണ്. ഇന്ന് ചെറുതായിട്ട് സ്വർണത്തിന് വില കൂടിയിട്ടുണ്ട്. ഗ്രാമിന് 4245 രൂപയും പവന് 33,960 രൂപയുമാണ് വില. രാജ്യത്ത് പൊതുവായി മിനിമം കൂലി ചട്ടം നിലവിൽ വരുന്നു. ഏപ്രിൽ 1 മുതൽ ദേശീയ തൊഴിൽ ചട്ടം നിലവിൽ വരുന്നതിൻ്റെ ഭാഗമായി മിനിമം കൂലി നിശ്ചയിക്കുന്നത്. മിനിമം കൂലി വ്യവസ്ഥ ആവുന്നതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഇതിൽ കുറഞ്ഞ കൂലി നിശ്ചയിക്കാനാവില്ല. ദേശീയ തൊഴിൽ കോഡ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി നിലവിൽ വരുന്നത്. ഇനി അടുത്തത് സ്ക്രാപ്പേജ് പോളിസി. റീസൈക്ലിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുകയാണ്. ആദ്യം പൊളിക്കുക വാണിജ്യ വാഹനങ്ങളായിരിക്കും. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ 20 വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളും 15 വർഷം പഴക്കമുള്ള വാണിജ്യ വാഹനങ്ങളും പൊളിക്കുമെന്നുള്ള ഒരു നിർദ്ദേശം വച്ചിരുന്നു. അതാണ് സ്ക്രാപ്പേജ് പോളിസി എന്ന് പറയുന്നത്. അത് ഉടൻ നടപ്പിലാക്കാൻ പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. 60 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ നിങ്ങളുടെ കൈകളിലോ എത്തിക്കുന്നതായിരിക്കും. അത് എത്തിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.